ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടതിൽ നല്ലോണം ആദ്യം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. മാക്സിമം ഞാൻ നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വലുതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യണം. ഇങ്ങനത്തെ ചെറുതും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ളത് വലുതാണ്. അപ്പോൾ ഇതൊന്നൊരു മീഡിയം സൈസ് വലുപ്പത്തിലൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു 3 ഭാഗമാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതവിടെ ഞാൻ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മസാല ആക്കി വെക്കുകയാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കും. അപ്പോൾ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഒരു ലേശം മതി. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് അതിൽ പെരണ്ട് കിടക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിത് ചീനച്ചട്ടിയിലാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ ചീനച്ചട്ടിയിൽ ഞാൻ ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫസ്റ്റിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ആക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കറിവേപ്പില ഇട്ടിട്ടാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ചിലപ്പോൾ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയിട്ട്. ഒരുപാട് സമയമൊന്നും വേണ്ടേ. എന്തായാലും ഒരു 3 മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ടാണ് നമ്മൾ മസാലയാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി സെയിം ചീനച്ചട്ടിയിൽ തന്നെ ലേശം കൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 2 അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് ഇഞ്ചിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി സെയിം അതേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും ചോപ്പ് ചെയ്തത്. പിന്നെ ഇതിലോട്ട് ഒരു പച്ചമുളക് 2ആയി നടു കീറിയിട്ട് 2ആയി മുറിച്ചതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് ആവുന്നുണ്ട് കേട്ടോ. ഈ ചീനച്ചട്ടി ആവുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒക്കെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതിലോട്ട് വലിയൊരു സവാള ഇതുപോലെ കനലിയാണ്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീഡിയം സൈസ് വലുപ്പത്തിലുള്ളതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ നല്ല വലുതാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണത്തിൻ്റെ ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിന്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ട് വഴണ്ട് കിട്ടും. ഇവിടെ ഞാൻ നല്ല പോലെ ഇതൊന്ന് ആദ്യം വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ലോണം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തക്കാളി നോക്കിയിട്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വലുതാണെങ്കിൽ 1 എണ്ണം മതി. ഒരുപാട് വലുതാണെങ്കിൽ ഒരു 3/4 ഭാഗമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് ഉടയണ വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതവിടെ തക്കാളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് പൊടികൾ ചേർത്താൽ മതി, കാരണം നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പൊടികൾ ചേർക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആ പൊടികൾ നന്നായിട്ട് അത് മിക്സ് ആയിക്കോളും. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ എരിവ് കുറക്കണം എന്നുള്ളവർക്ക് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി നമ്മുടെ സോയാബീനിൽ ഓൾറെഡി അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ അത് ചുവ വരും. അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ.
ഇനി ഇതിലോട്ട് ഗരം മസാല ഒരു നുള്ളി ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പൊടികളൊക്കെ നല്ല പോലെ വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ള നമ്മുടെ സോയാബീൻ ചേർത്ത് കൊടുക്കാം. ഈ സോയാബീനും കൂടെ ചേർത്തിട്ട് മസാലയുടെ കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കണം. അപ്പോൾ ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ ലേശം കുറവ് തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. ഇപ്പം ഞാനിത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ലേശം എണ്ണ കൂടി ഒഴിച്ചിട്ട്, നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വെളിച്ചെണ്ണ ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കെങ്കിൽ നല്ല കറക്റ്റായിട്ട് അതിങ്ങോട്ട് നല്ല പോലെ അത് റോസ്റ്റായിട്ട് വരുള്ളൂ, നല്ല പൊരിച്ചിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കുരുമുളകിൻ്റെയും അതിൻ്റെ ആ വേപ്പിൻ്റെ ഇലൻ്റെയും എണ്ണൻ്റെയും ഒപ്പം കിടന്നിട്ട് നന്നായിട്ട് അതങ്ങ് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ മൊരിഞ്ഞെന്ന് തോന്നുമ്പോൾ നമുക്കങ്ങ് നിർത്തിയാൽ മതി കേട്ടോ. ഇനി ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയാണ്. നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമാവും, ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അതും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ, ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.